തൃശൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. വിപണിയിൽ 1 കോടി രൂപ വില വരുന്ന 1 കിലോ ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തു. എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ലിഷോയ്, എങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്? ഇത്രയധികം വരുന്ന ലഹരി ട്രെയിൻ മാർഗം എത്തിക്കുകയായിരുന്നോ? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണോ പോലീസ് പിടികൂടിയത്? പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതായത് ഓണത്തിനോടനുബന്ധിച്ച് ലഹരി മരുന്ന് വിപണനം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ലഹരി മരുന്ന് വൻതോതിൽ തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ തുടർന്നാണ് എരുമപ്പെട്ടി സ്വദേശിയെ ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ഇയാൾ വരികയായിരുന്നു. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ പോലീസ് പരിശോധനയ്ക്കായി എത്തുകയും ചെയ്തു. ട്രെയിൻ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഈസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവുമാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പരിശോധന നടത്താനായി ബംഗളൂരുവിൽ എവിടെ നിന്നാണ് ഈ മരുന്ന് ലഹരി മരുന്ന് കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് കിട്ടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇയാളുടെ സാമ്പത്തിക സ്രോതസ്, അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ആർക്കെല്ലാമാണ് ഇയാൾ ഇത് ഇടപാട് നടത്താനായി നിൽക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് അതിൽ നിന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ബാങ്ക് വിവരങ്ങളും ഈ പോലീസ് ശേഖരിച്ചു വരികയാണ്. നേരത്തെ ഇയാൾ കുഴൽപ്പണ കേസിൽ പ്രതിയായിട്ടുണ്ട്, ലഹരി മരുന്ന് കേസിൽ പ്രതിയായിട്ടില്ല. പക്ഷേ ഇത്രയധികം ഒരു അളവിൽ ലഹരി മരുന്ന് ഇയാളിൽ നിന്ന് പിടികൂടുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാളിൽ നിന്ന് പിടികൂടുന്നത് ഇപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 1 കോടി രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് 1 കോടി രൂപയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ എത്തിക്കാൻ ശ്രമിച്ചത്. തൃശൂരിൽ നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന്